ഹായ് ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പല്ല. ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇന്ത്യ വേഴ്സസ് അയർലൻഡ് T20 ഹിസ്റ്ററി, ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം അയർലൻഡിനെതിരെയാണ് ജൂൺ 5-ന് ന്യൂയോർക്കിലെ നാസോ കൗണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എയിലാണ്. ഇരു ടീമുകളുടെയും ആദ്യത്തെ മത്സരമാണ് ഈ ലോകകപ്പിലെ ആദ്യത്തെ മത്സരമാണ് ഇരു ടീമുകളുടെയും. ഇരു ടീമുകളും തമ്മിലുള്ള ചരിത്രം നോക്കുമ്പോൾ, പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടി ചരിത്രം നോക്കുമ്പോൾ ഒരു തവണയാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. അത് 2009 ഇംഗ്ലണ്ടിലെ നോട്ടിഹാമിൽ നടന്ന മത്സരത്തിലായിരുന്നു. അതിൽ ഇന്ത്യക്കായിരുന്നു വിജയം. ഇന്ത്യ 8 വിക്കറ്റിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. അതോടൊപ്പം ലോകകപ്പ് മത്സരങ്ങളല്ലാതെ മറ്റുള്ള മത്സരങ്ങളുടെ ചരിത്രം നോക്കുമ്പോൾ 7 T20 ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്നത്. അതിൽ 7ലും ഇന്ത്യക്കായിരുന്നു വിജയം. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യക്കാണ് മുൻതൂക്കം. അതോടൊപ്പം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ T20 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച ടീമെന്ന റെക്കോർഡും ഇന്ത്യക്കൊപ്പമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യക്കാണ് മത്സരത്തിൽ, ഇന്ത്യയും അയർലൻഡും തമ്മിലുള്ള മത്സരത്തിൽ മുൻതൂക്കം എന്ന് പറയുന്നത്. ബുധനാഴ്ച ന്യൂയോർക്കിലെ നാസോ കൗണ്ടി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരിക്കും ഇന്ത്യ അയർലൻഡിനെ നേരിടുക. അതോടൊപ്പം ഇന്ത്യയുടെ അടുത്ത മത്സരം പാകിസ്ഥാനെതിരെയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കരുത്ത് കാണിക്കേണ്ട ഒരു മത്സരമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് രോഹിത് ശർമ്മയും അയർലൻഡ് ടീമിനെ നയിക്കുന്നത് പോൾ സ്ട്രെല്ലിങ്ങുമാണ്. അപ്പോൾ 2020 ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിന് വേണ്ടി ആരാധകരിങ്ങനെ കാത്തിരിക്കുകയാണ്. വിജയത്തോടെ ഇന്ത്യ തുടങ്ങുമെന്ന് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.